അങ്ങനെ ഞങ്ങൾ റൂം തിരക്കി പോവുകയാണ്. ഒരു ആട്ടോക്കാരനെ ചോദിച്ചപ്പോൾ അവൻ ബാക്കിൽ നിന്ന് വരാൻ പറഞ്ഞു. അവനാണ് മുമ്പേ പോണത്, കൈ കാണിച്ചത്. പോകുമ്പോൾ അറിയാം എത്ര രൂപ ആവും. സംഭവം വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ടല്ലേ, കാറ്റ്, നല്ല തണുത്ത കാറ്റുണ്ട്. അതുകൊണ്ട് ആ വെയിലിന്റെ കൂടെ തണുപ്പ് അടിച്ചപ്പോൾ നല്ല സുഖമുണ്ട്. ഈ ഹോട്ടലിലാണ് വന്നത്. ഇതാണ് ഹോട്ടല്. റൂം ആദ്യം ചെക്ക് പണിയതിനു ശേഷം പാപ്പ. അങ്ങനെ മഹാന്മാർ രണ്ടുപേരും അവിടെ ഇരുന്നുകൊണ്ട് എന്നെയും നൗഷാദിനെ റൂം ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റൂം ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹോട്ടലെല്ലാം ഇരിക്കും അല്ലേ, വെജിറ്റബിളും ഇരിക്കും. ഇതാണ് ഒരു റൂമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഇതിനകമൊക്കെ കണ്ടപ്പോൾ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ കുറച്ച് സമയം കിടക്കണതിന് ഇതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇച്ചിരി റെസ്റ്റ് എടുക്കണം, അത്ര തന്നെ. കൂടുതൽ നേരം വന്ന് കിടക്കുകയൊന്നുമില്ല. ഞങ്ങൾ കൂടുതൽ പുറത്തല്ലേ കറങ്ങാറുള്ളത്. അങ്ങനെ തൃപ്തിപ്പെട്ടു. 2 റൂമും അടുത്ത റൂമും കൊള്ളാം, കുഴപ്പമില്ല. ഓക്കെ, അവർക്ക് ബുക്കിംഗ് ഉണ്ട്. റൂം 24 hours ബുക്കിംഗ് சொல்லாதீங்க. ஒருத்தருக்கு 24 hours റൂംസ്. മേലെ வந்து பாத்தீங்கன்னா 24 hours എന്ന് പറയുമ്പോൾ നാളെ ഇപ്പൊ കയറുന്ന ടൈമിന് മാറില്ല. അവിടത്തെ എടുത്തിട്ട് റൂമിടെ മുന്നിൽ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം എടുക്കേണ്ടത്. റൂം എടുത്തിട്ട് നമുക്ക് സൗകര്യമുള്ളപ്പോൾ പോവാം. അല്ലെങ്കിൽ അതിന് രാവിലെ പേര് മതിയല്ലോ, രാത്രി വൈകുന്നേരം ഇറങ്ങി പോകണ്ടല്ലോ. അപ്പൊ 2 ദിവസത്തെ റൂമാവും. ഒരു റൂം എടുത്താലില്ല, ഒരു റൂമിൽ അവർ കടത്തില്ല. അവിടെ തന്നെ ഞങ്ങൾ 2 റൂം എടുത്തിട്ട് പീക്കോക്ക് പാർക്കിലേക്ക് ഞങ്ങൾ തിരിച്ച്. പീക്കോക്ക് പാർക്ക് അല്ലേ, പീക്കോക്ക് പാർക്ക് എത്തി. പീക്കോക്ക് പാർക്ക് ഇവിടെ എന്താണ് സംഭവം? അപ്പുറത്തിട്ട് അവിടെ അതിന്റെ അപ്പുറത്തിട്ടാണ് പക്ഷികളുടെ വണ്ടി ഉണ്ടല്ലേ, അപ്പൊ അപ്പുറത്തിട്ട് പീക്കോക്ക് പാർക്ക് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ എന്തൊക്കെ പരിപാടികളാണ് നോക്കാം. പീക്കോക്ക് പാർക്ക് ഉറക്കക്ഷീണം. ഇനി ടിക്കറ്റ് എടുക്കണം ആദ്യമായിട്ട്. ടിക്കറ്റ് എവിടെയാണോ എന്തോ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ, ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഓക്കെ, നമ്മൾ അയൽ സ്റ്റേറ്റിന്റെ കലബല 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 എന്നുള്ള സൗണ്ടുകൾ കണ്ടി കേൾക്കില്ലേ? തമിഴ് മലർകൾ. നാല് പേർക്ക് 1200. ഇതിനകത്ത് കയറാനുള്ള എൻട്രി പാസ്. ഓരോരുത്തർക്കും 300 രൂപ വെച്ച്. അതിനകത്ത് കയറുമ്പോൾ അറിയാം മുതലാവോ ഇല്ലേ എന്നുള്ളത്. പട്ടികൾ ആട്ടുകുട്ടികൾ, പല രീതിയിലെ പട്ടികളെ പട്ടിയെന്ന് വിളിക്കാമെന്തോ. അതിനിപ്പോ ഷെയ്മിങ്ങിൽ പെടുന്നതാണെന്തോ. പക്ഷി പാവം കുളിയിൽ നനയൊന്നുമില്ല. ഒരു കോഴിയുണ്ട്. $300 പോക്ക് മുതലായി എന്നാണ് തോന്നുന്നത്. കോഴിയും പട്ടിയൊക്കെയാണ് ആകെപ്പാടെ ഇവിടെ കാണാൻ പറ്റുന്നത്. ജടക്കോഴി കാലിലൊക്കെ തൂവലുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് ചില വീടുകളിലുണ്ട്. കണ്ട പട്ടി, കണ്ടാ പട്ടി എന്ത് എന്റെ ഫേസ് കണ്ടാ? ഹലോ, നല്ല അന്തസ്സുള്ള പട്ടി. മുഖത്തിന്റെ ഗ്ലാമർ കണ്ട? സൂപ്പറായി അല്ലേ? ഇങ്ങനെ പോട്ട നടന്ന് വിളിയോട് വിളി. എന്റെ പൊന്നെ ഇതാ പറഞ്ഞുണ്ട്.
സാനിറ്റൈസർ. ഫുഡൊക്കെ തരുമാ? എവിടെ കൊണ്ടുപോകണം എന്തോ തമ്പുരാനറിയാം. ഓ ഇത്രേ വേറെ എന്തായാലും മനുഷ്യനെ പേടിപ്പെടുത്തിക്കളല്ലോ. കണ്ടാ പക്ഷിയൊക്കെ തൊടാം. ഓപ്പൺ ഏരിയ. ഓ സൂപ്പർ. പൈസ മുതലായി എന്നാണ് തോന്നുന്നത്. ആഹാ എന്താ രസം ഇത്. ഓ ഫുഡ് കൊടുക്കും അല്ലേ? ആ ഫുഡ്, കുറച്ച് ഫുഡ് തന്നവർ. അത് കയ്യിരുന്നാലേ പക്ഷികൾ നമ്മുടെ കയ്യിൽ വന്ന് കയറുള്ളൂ. ഓ ഞാൻ എടുക്കണം. കയ്യിൽ വന്നാ സംഭവം കയ്യിൽ ഫുഡിരുന്നാൽ അത് നമ്മുടെ കയ്യിൽ വന്ന് കയറും. അത് പ്രത്യേക ട്രെയിനിങ് പോലെ കൊള്ളാം കേട്ടോ. തിന്നാൻ വേണ്ടി നമ്മുടെ കയ്യിൽ തലയിലും തോളിലൊക്കെ വന്നിരിക്കുന്നു. ഓ കേട്ടോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ വന്ന് വരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നു. ഒന്നും വന്നിരിയുടെ ഈ കയ്യിൽ പ്ലീസ് 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 ഹബീബി താൽ വന്നാ അവന്റെ കയ്യിൽ വന്നു. നൗഷാദിന്റെ കയ്യിൽ വന്നു. എടുത്തെടുത്ത് കണ്ട 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 60 വയസ്സായെങ്കിലും ഒരു 12-13 വയസ്സിൻ്റെ ഫീല്. എനിക്കും അങ്ങനെ തന്നെ, ഞാനും അതിലുള്ളത് തന്നെ. ഇതുവരെ എൻ്റെ കയ്യിൽ മാത്രം ഒന്നും വന്നിട്ടില്ല. പിച്ചക്കാരനെ പോലെ ഞാൻ കൈ നീട്ടിക്കൊണ്ടിരിക്കും. എൻ്റെ കയ്യിൽ ഇക്കിളി ഇക്കിളി കയ്യിൽ വന്നിരുന്നത് എന്തായി ഒരു വല്ലാത്തൊരു ഫീല്. ഇക്കിളി ഇക്കിളി. അടുത്ത ഏരിയയിലോട്ട് പോവാം. വലിയ ഐറ്റമാണേ, വലിയ ഐറ്റം. കമോൺ വാ വാ ഇവിടെ കയറിയാ. ആ ഇതാ ഒരു തന്നെ കഴിച്ചിരിക്കുന്നു. അതിനൊക്കെ തോന്നുന്നു. വേണ്ട എനിക്ക് ഞാൻ ഫ്രൈ ചെയ്ത് കറക്റ്റാ ഫ്രൈ പറയാം. കേറാവ പേടിച്ചു നിന്നതാണ്. കേറാവ പേടിച്ചു നിന്നതാണ്. രണ്ട് കയ്യിലും Come on. تعال يا حبيبي تعال. يلا حبيبي. واو تعال تعال. تعال بقى. ഓ ഐഡിയ ഉള്ള ആളാണ്. കുറുക്കിൽ കയറി
എൻ്റെ പേര് ലക്കിടക്കിടക്ക് 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 പിന്നടേ നൈസല്ലേ നൈസല്ലേ ഓ നൈസല്ലേ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. കമ്പനിയായി ഞങ്ങൾ പോവാം, വീട്ടിൽ പോവാം, പൈസ കാണിച്ചു കൊടുക്കാൻ പോവാം, എൻ്റെ ചെറുകുട്ടി കാണിച്ചു കൊടുക്കാൻ പോവാം. പോവാം. സൂപ്പറാ സൂപ്പറാ. അതാ തല ഒരാളെ കയ്യിരിക്കണ്ട, എൻ്റെ കയ്യിലൊന്ന് മുതലേ ആ പച്ചയായിരിക്കും പച്ച പോയി. ഇവരൊക്കെ ചെവിയിൽ കുത്തി, എന്നതാ കഴുത്തിൽ തലയിലിരുന്ന് കൊത്തി, തലയിലിരുന്ന് കൊത്തി. അവിടെ ഇതിലുണ്ടോ? വേറെ വൺ മോർ പോർഷൻ നോക്കട്ടെ. ഇറങ്ങി പേടിയാവാ, ഭയമാവതാ, എതുക്ക് ഭയപ്പെടുത്? വെറൈറ്റി ആയിട്ട് ഇത് കയ്യിൽ വരും. പ്രത്യേകമായി ഇത് നമ്മളെ കഴിച്ചാൽ പോകും കേട്ടോ. ഇതാണ് വാച്ചിനെയൊക്കെ കടിച്ച വഴി നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ, മാലകളൊക്കെ കടിച്ച വഴി. ഓ കണ്ടാ നമ്മൾ അതൊക്കെ പ്രത്യേകിച്ച് പൂക്കളുമായിട്ട് ഫോട്ടോ എടുക്കുകയാണ്. രണ്ടിനും കിട്ടും. ആ കൊടുത്താലും മുതലായി. സൂപ്പർ. ചെറുപ്പക്കാർക്ക് മാത്രം എൻജോയ് ചെയ്താൽ പോരാ, വയസ്സന്മാർക്ക് എൻജോയ് ചെയ്യണം. ഓരോ വയസ്സന്മാരും ഇതുപോലെ ടൂറുകളൊക്കെ പോകണം. നമ്മൾ കാണാത്ത, നമ്മൾ ഇരുന്ന് അടിച്ചു പോയി കഴിഞ്ഞാൽ തീർന്നു. നമ്മൾ കാണാത്ത പല സംഭവങ്ങളുണ്ട്, അത് പോയി കാണണം. ഇനി അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുതേ.